തൃശൂർ പോട്ട ബാങ്ക് കവർച്ചാ കേസിലെ പ്രതി പിടിയിലായത് ചാലക്കുടി പേരാമ്പ്ര സ്വദേശിയാണ് MS ലിഷോയ് ചേരുകയാണ് വിവരങ്ങളുമായി. ലിഷോയ്, ഈ ക്രിമിനൽ എവിടേക്ക് പോയി, എങ്ങോട്ട് പോയി? തുറന്നു വെച്ചിരിക്കുന്ന മുഴുവൻ സംവിധാനങ്ങൾക്കും ഇടയിലൂടെ എവിടെ അപ്രത്യക്ഷമായെന്ന ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു. തീർച്ചയായും അത് നമ്മൾ ഇന്ന് രാവിലെ മുതൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രതി മലയാളി തന്നെയാണ്, സ്വദേശി തന്നെയാണ്, അതായത് ഈ പ്രദേശവാസി തന്നെയാണ് എന്ന് പോലീസിന് മനസ്സിലായി എന്നുള്ള കാര്യം ഒടുവിൽ അല്പസമയം മുമ്പാണ് പ്രതിയെ പിടികൂടിയത്. ചാലക്കുടി സ്വദേശിയായ പ്രതി 10 ലക്ഷം രൂപയാണ് പ്രതിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ളത്. കടം വിധാനാണ് ഇയാൾ കൊള്ളയടിച്ചതെന്നാണ് പോലീസിനോട് ആദ്യഘട്ടത്തിൽ നൽകിയിരിക്കുന്ന മൊഴി. അല്പസമയം മുമ്പ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കയ്യിലാണ് പ്രതി പിടിയിലായത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ പേരാമ്പ്ര ഭാഗത്ത് പോലീസിന്റെ വലിയ സന്നാഹത്തോടു കൂടിയുള്ള പരിശോധനകൾ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയം നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയം നമ്മൾ അങ്ങനെ വാർത്ത കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ പ്രതി രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ സമയത്ത് അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള വാർത്ത നമ്മൾ കൊടുക്കാതിരുന്നത്. എന്തായാലും ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം നടത്തുന്നത്. പ്രതി പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. ഈ പേരാമ്പ്ര ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസിൽ മലയാളി തന്നെയാണ് ഈ ഒരു പ്രതി എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. ഈ പ്രതി ഈ സ്കൂട്ടറുമായി ആദ്യം അങ്കമാലി ഭാഗത്തേക്ക് പോയി, പിന്നെ തിരിച്ച് തൃശൂർ ഭാഗത്തേക്ക് വരുന്നു. പക്ഷേ പേരാമ്പ്രയ്ക്ക് അപ്പുറത്തേക്ക് പ്രതി പോയിട്ടില്ല എന്നുള്ളത് പോലീസിന്റെ കൃത്യമായൊരു വിവരം. മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ പോലീസ് നൽകുന്ന ചില സൂചനകൾ ഉണ്ടായിരുന്നു. അത് മലയാളിയാണ്, ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത ആളാണ്, തദ്ദേശീയരാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് പല സൂചനകൾ നൽകുന്നുണ്ടായിരുന്നു. ഇയാൾ ആരാണ് എന്നത് സംബന്ധിച്ച്, ഇയാളുടെ പേരെന്താണ്, ഇയാളുടെ നാട് ഏതാണ് തുടങ്ങിയ കാര്യങ്ങൾ പോലീസിന് കൃത്യമായി ലഭ്യമായിട്ടുണ്ടോ? അതായത് ചാലക്കുടി പേരാമ്പ്ര സ്വദേശിയായ റിജോയ് എന്നാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ, അത് ഒന്നുകൂടി ഒന്ന് കൺഫേം ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. എന്ന ആദ്യഘട്ടത്തിൽ നമുക്ക് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്ന ഒരു പേര് വിവരം അത് തന്നെയാണ്. അതായത് റിജോ എന്നാണ് ഇയാളുടെ പേരെന്നാണ്. റിജോ ആന്റണി എന്നുള്ളതാണ് ഇയാളുടെ പേര്. ഈ കോട്ട ആശാരിപ്പാറയിലാണ്, അതായത് ചാലക്കുടിക്കും പേരാമ്പ്രയ്ക്കും ഇടയിലുള്ള പേരാമ്പ്രയ്ക്കും അടുത്തുള്ള ആശാരിപ്പാറയിലുള്ള വീട്ടിൽ നിന്നാണ് ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഉറപ്പിക്കാവുന്ന ഒരു കാര്യം. അതായത് ഈ ചാലക്കുടിക്ക് അടുത്ത് തന്നെയുള്ള പ്രതി ഈ കവർച്ച നടത്തിയതിനു ശേഷം ഇയാൾ വീട്ടിൽ തന്നെയായിരുന്നു. മറ്റ് പുറത്തെവിടെയും പോയി, അതായത് എവിടെയൊന്നും ചാലക്കുടി മേഖലയിൽ നിന്നോ തൃശ്ശൂരിൽ നിന്നോ ഒന്നും തന്നെ രക്ഷപ്പെടാനായി ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ CCTV ക്യാമറകൾ പരിശോധിച്ചതിൽ നിന്ന് പ്രധാനമായി പോലീസ് കണ്ടെത്തിയത് അതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ ഈ പ്രതിക്ക് വേണ്ടി ഈ മേഖലയിൽ സാഹചര്യം എന്താണെന്ന് സംബന്ധിച്ചത് അത് ഇത്രയ്ക്ക് പിടിക്കപ്പെടുമെന്ന് ഏറെക്കുറെ ഏത് സാധാരണക്കാരും മനസ്സിലാകുന്ന സാഹചര്യത്തിലാണ് ഈ മോഷണ ശ്രമം നടക്കുന്നത്. അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ, മുഴുവൻ CCTV ക്യാമറകളെയും വെട്ടിച്ചു പോകാനൊന്നും സാധ്യമല്ല നമ്മുടെ ഈ കാലത്തെന്നറിയാം. അപ്പോൾ അത്രയും വലിയ റിസ്ക് എടുക്കാനുള്ള സാഹചര്യം എന്താണ് എന്നോ മറ്റു കാര്യങ്ങളോ പോലീസിന് വിവരമുണ്ടോ? ഇയാളെ ലൊക്കേറ്റ് ചെയ്തെങ്കിലും രക്ഷപ്പെടാനുള്ള സകല സാധ്യതകളും അടച്ചതിന് ശേഷമായിരുന്നോ ഇയാളിലേക്ക് എത്തിയത്? തീർച്ചയായും, അതായത് രക്ഷപ്പെടാൻ യാതൊരു വിധത്തിലുമുള്ള ഒരു പഴുതും ഉണ്ടായിരുന്നില്ല. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇയാൾ പോലീസിന് പിടിയിലായിരിക്കുന്നത്. അതായത് ഈ മേഖലയിൽ നിന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് യാതൊരു വിധത്തിലും പുറത്തേക്ക് കടക്കാൻ കഴിയാത്ത വിധം പോലീസ് പരിശോധന കർശനമാക്കി. അതിനോടൊപ്പം തന്നെ പോലീസിന് ചില ഫോൺ രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കിട്ടിയിരുന്നു. ആ ഫോൺ രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടായിരുന്നു പിന്നീട് ഈ പരിശോധനകൾ നടത്തിയത്. ഇന്ന് രാവിലെയാണ് ഇത് സംബന്ധിച്ച രേഖകൾ പോലീസിന് ലഭ്യമായത്. അതായത് മൊബൈൽ ടവർ ലൊക്കേഷനുകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് വളരെ വലിയ തോതിൽ ഒരു അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണത്തിന്റെ ഒടുവിലാണ് ഇപ്പോൾ ഈ ഇത്തരത്തിൽ പ്രതിയിലേക്ക് എത്താനായി പോലീസിന് കഴിഞ്ഞത്. അത് മറ്റൊന്നുമില്ല, ഈ പ്രതി അവിടെ നിന്നും ഈ ചാലക്കുടി മേഖലയിൽ നിന്നും രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം പോലീസിന് ഇന്ന് രാവിലെയോടുകൂടി ഉറപ്പായിരുന്നു. അതിനോടൊപ്പം തന്നെ പ്രതി മലയാളിയാണ് എന്നുള്ള കാര്യം പ്രതിയുടെ ശരീരഭാഷയിൽ നിന്നും അതിനോടൊപ്പം തന്നെ ഈ പ്രതിയുടെ ഈ മോഷണ രീതിയിൽ നിന്നും പോലീസിന് പ്രതിയിൽ നിന്ന് 10 ലക്ഷം രൂപയോളം കണ്ടെത്തിയിട്ടുണ്ട് എന്നും പ്രതി കടം വിട്ടാനാണ് ഇത്രയും വലിയ കൊള്ള ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് എന്നുമാണ് പോലീസ് മനസ്സിലാക്കുന്നത്. തദ്ദേശീയരിലേക്കുള്ള അന്വേഷണമാണ് പോലീസിന് പ്രതിയിലേക്ക് പെട്ടെന്ന് എത്താൻ കഴിഞ്ഞത്. ഈ ബാങ്കിന്റെ മുഴുവൻ സാഹചര്യങ്ങൾ, പ്രവർത്തന സമയം, ആരൊക്കെ ഉണ്ടാകും ആ സമയത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിരീക്ഷണം നടത്തിയതിനു ശേഷമാണ് ഈ കൊള്ള ആസൂത്രണം ചെയ്തത് അടക്കമുള്ള കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രതിയിലേക്ക് വന്നിരിക്കുകയും ചെയ്യുന്നത്.